ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തന ഭൂമിയായിരുന്ന വാർധയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നും നാഗ്പൂരിലെ വാർധയിലേക്ക് കന്യാകുമാരി ശ്രീനഗർ NH-44 പോയിക്കൊണ്ടിരുന്നു. NH-44 നിന്നും 347A അഷ്ടി എന്ന സ്ഥലത്തു നിന്നും റോഡ് വാർധയിലേക്ക് തിരിയുന്നു. ആയിരത്തി 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജംനാലാൽ ബജാജിൻ്റെ പേരിലുള്ള ഭൂമിയായിരുന്നു വാർധയിലെ സേവാഗ്രാം. വ്യവസായി കൂടിയായിരുന്ന ശ്രീ ജംനാലാൽ ബജാജ് 1920കളിൽ സ്ഥാപിച്ചതാണ് ബജാജ് ഗ്രൂപ്പ് ഓഫ് കമ്പനി. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയും ക്ഷണവും പ്രകാരമാണ് 1936 മഹാത്മാഗാന്ധി വാർധയിലെത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവർത്തന ഭൂമിയായി വാർധയിലെ സേഗാവ് അല്ലെങ്കിൽ സേവാഗ്രാം തിരഞ്ഞെടുത്തു. ഗ്രാമീണ ജീവിത വികാസത്തിനാവശ്യമായ പദ്ധതികൾക്ക് സേവാഗ്രാം വഴികാട്ടിയായി തീർന്നു. അങ്ങനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രസ്ഥാനമായും ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ആസ്ഥാനമായും വാർധയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യം ലഭിച്ചു. തൽഫലമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സേവാഗ്രാമും വാർധയും അനശ്വരമായി. ഗാന്ധിജിയുടെ വരവിന് മുമ്പ് ശ്രീ ജംനാലാൽ ബജാജിൻ്റെ അഭ്യർത്ഥന പ്രകാരം 1920കളിൽ തന്നെ വാർധയിൽ സത്യാഗ്രഹ ആശ്രമത്തിൻ്റെ ഒരു ശാഖ ആചാര്യ വിനോബ ഭാവെ സ്ഥാപിച്ചിരുന്നു. ആശ്രമത്തിലേക്കുള്ള വഴി വൃത്തിയുള്ളതും മനോഹരവുമായിരുന്നു. പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലമൊന്നും കാണാഞ്ഞതിനാൽ വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ സേവാഗ്രാമിലേക്ക് നടന്നു. മഹാത്മാഗാന്ധി എങ്ങനെ ജീവിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ചെയ്തുവെന്ന് കാണാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് സേവാഗ്രാം ആശ്രമം. 1930 ഏപ്രിലിലെ ദണ്ഡി മാർച്ചിന് ശേഷം ഗ്രാമീണ ജനതയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഗാന്ധി വാർധയ്ക്ക് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമമായ സേവാഗ്രാമിലേക്ക് മാറി. 1933 ശ്രീ ജംനാലാൽ ബജാജിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം കുറച്ചു കാലം വാർധയിൽ വന്നു. മഹിളാശ്രമത്തിലെ പ്രാർത്ഥനാ മന്ദിരത്തിലായിരുന്നു താമസം. പിന്നീട് 1936 വാർധയുടെ പ്രാന്തപ്രദേശത്തുള്ള സേഗാവ് എന്ന ഗ്രാമത്തിൽ ഗാന്ധിജി തൻ്റെ വസതി സ്ഥാപിച്ചു. അതിനെ അദ്ദേഹം സേവാഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ സബർമതി ആശ്രമത്തിലേക്ക് മടങ്ങില്ലെന്ന് ഗാന്ധി പ്രതിജ്ഞയെടുത്തു. ഒരു കാരണവശാലും 500 രൂപയിൽ കൂടുതൽ തൻ്റെ കുടിൽ നിർമ്മാണത്തിന് ചെലവഴിക്കരുതെന്ന് ആശ്രമത്തിനായി തൻ്റെ ഭൂമി വിട്ടുകൊടുത്ത ശ്രീ ജംനാലാൽ ബജാജിനോട് ഗാന്ധിജി നിബന്ധന വെച്ചിരുന്നു. അതിനായി ഉപയോഗിക്കുന്ന സാമഗ്രികൾ പ്രാദേശികമായി സംഭരിക്കും.
ഇവിടെ ഒരു ബുക്ക് ഷോപ്പ്, ഡയറി ഫാം എന്നിവ പരിപാലിക്കുന്നുണ്ട്. ജാതി വേലിക്കെട്ടുകൾ തകർക്കാൻ ആശ്രമം ചില ദളിതരെ പൊതു അടുക്കളയിൽ നിയമിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഇത് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തുടർന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗാന്ധിജിയുടെ ആദ്യ വസതിയായ ആദി നിവാസ് സേവാഗ്രാമിൽ നിർമ്മിച്ചു. ഗാന്ധിജിക്കും ഭാര്യ കസ്തൂർബയ്ക്കും അനുയായികൾക്കും വേണ്ടി ആശ്രമത്തിൽ നിർമ്മിച്ച ചെറിയ താമസ സ്ഥലങ്ങൾ സാധാരണ ഗ്രാമത്തിലെ കുടിലുകൾക്ക് സമാനമാണ്. ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലും കൊട്ടാരങ്ങളിലുമല്ല, ഗ്രാമങ്ങളിലും കുടിലുകളിലുമാണ് എന്ന് ഗാന്ധി വിശ്വസിച്ചിരുന്നു. പ്രധാനപ്പെട്ട ദേശീയ കാര്യങ്ങളിലും പ്രസ്ഥാനങ്ങളിലും നിരവധി തീരുമാനങ്ങൾ സേവാഗ്രാമിൽ കൈക്കൊണ്ടിട്ടുണ്ട്. രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നിരവധി സ്ഥാപനങ്ങളുടെ കേന്ദ്രസ്ഥാനമായി ഇത് മാറി. പ്രശസ്ത അമേരിക്കൻ പത്രപ്രവർത്തകൻ ശ്രീ ലൂയിസ് ഫിഷർ 7 ഡേയ്സ് വിത്ത് ദ മഹാത്മ എന്ന പുസ്തകം എഴുതി. ഈ പ്രസിദ്ധമായ പുസ്തകത്തിൽ അദ്ദേഹം ആശ്രമ ജീവിതവും ഗാന്ധിജിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വളരെ ഹൃദയസ്പർശിയായി വിവരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ തനിക്ക് ഒരിക്കലും ഭയം തോന്നിയിട്ടില്ലെന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹം ഗാന്ധിജിയെ സംസ്കാരമുള്ളവനും കഴിവുള്ളവനും എപ്പോഴും ഉന്മേഷദായകനും മധുരതരനുമായ വ്യക്തിയായി കണ്ടെത്തി. ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിലെ അത്ഭുതങ്ങൾ ലൂയിസ് ഫിഷർ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആശ്രമത്തിലെ അന്തേവാസികൾ പ്രാർത്ഥന, നൂൽക്കൽ, കൈവേല, ശുചീകരണം, കൃഷി എന്നിവയുൾപ്പെടെ ആശ്രമത്തിലെ ദൈനംദിന ഷെഡ്യൂൾ ചെയ്യുന്നത് തുടരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സ്കൂൾ നടത്തുകയും ചെയ്യുന്നു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീയതികളിലും ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി സേവാഗ്രാം മാറിയിരിക്കുന്നു. കൂടാതെ നിരവധി ആളുകൾ പതിവായി ഇവിടെ സന്ദർശിക്കുന്നത് തുടരുന്നു. ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സിലേക്ക് വന്ന കാര്യം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാന്ധിജി കൽക്കത്തയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിയുകയായിരുന്നു എന്ന സത്യമാണ്. പുറത്തിറങ്ങിയ ഞങ്ങൾ സേവാഗ്രാമിലെ ആഹാർ കേന്ദ്രയിൽ നിന്നും ലഭിച്ച സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ചു യാത്ര തുടർന്നു. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഝാൻസിയിലെ റാണിയുടെ അടുത്തേക്കാണ്.